ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഏതൻസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നുള്ളത് കർമ്മയിലെ ക്രിസ്മസ് കാർണിവൽ കാണാൻ വേണ്ടി വന്നാട്ടോ. ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തുന്നത്. ബട്ട് ഇവിടുത്തെ തിരക്ക് ഭയങ്കര തിരക്കായിരുന്നു. ടിക്കറ്റിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. ഒപ്പം തന്നെ പെട്ടെന്ന് അത് മൂവിങ് ആവുന്നുണ്ട്. ഫൈനലി ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. 70 രൂപയാണ് ടിക്കറ്റ്. ഏതിന് വേണ്ട കേട്ടോ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മളപ്പോൾ കാർണിവൽ കാണാൻ വേണ്ടി നേരെ എൻട്രി കയറി നേരെ പോവുകയാണ്. ഫസ്റ്റ് ഒരു ഫ്ലവർ ഷോ കാര്യങ്ങളാട്ടോ. നല്ല എക്സൈറ്റ്മെൻറ്റോട് കൂടി നിങ്ങൾ നോക്ക്. നല്ല ഭയങ്കര രസമുള്ളായിട്ടുള്ളൊരു വ്യൂ ആയിട്ടാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളത്. ഇത് നേരെ സ്ട്രെയിറ്റ് മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു എന്താ പറയുക, വെള്ളത്തിലൊക്കെ കടലിലൊക്കെ ഉണ്ടാവില്ലേ ചുഴി എന്ന് പറഞ്ഞിട്ട്, അതുപോലത്തെ ഒരു വ്യൂ ആട്ടോ. അങ്ങനെ ദൂരേക്ക് നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോണ പോലെ നമ്മളെ ഫീൽ ചെയ്യുന്നത്. ബട്ട് അത് ഒരു 3D റിഫ്ലക്റ്റിംഗ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഫീലാണ്. ഞാൻ അതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചിട്ട് ഇതാണ് അതിൻ്റെ ഇതേ കൂടി നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏതിനൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇനി തിരിഞ്ഞ് ഞാൻ ഇതിൻ്റെ ഒരു വ്യൂ കാണിച്ചത്, ഇതിൻ്റെ ബാക്ക് സൈഡ് ഇത് ഇങ്ങനെയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് അവിടെ ഒരു ഇതാണ് നമ്മുടെ കർമ്മയുടെ ഉള്ളിലത്തെ കാർണിവൽ, ക്രിസ്മസ് കാർണിവൽ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതുമ്പോൾ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ഫ്ലവേഴ്സ് ഒന്നും തൊടരുതെന്ന്. എല്ലാം പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാണ്. പിന്നെ എല്ലാം ഇലക്ട്രോണിക്കിൻ്റെതായത് കൊണ്ട് തന്നെ കുട്ടികളാരും അത് തൊടരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആരും അത് തൊടാനും നിൽക്കരുത്, നോർമലില്ലാതെ അല്ലെങ്കിൽ എന്താ കൗതുകത്തോട് കൂടിയിട്ട് ആരും പോയി ടച്ച് ചെയ്യരുത്. നല്ല അടിപൊളി വ്യൂ ആണ്. 70 രൂപയുടെ ടിക്കറ്റിനുള്ള സാധനം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് ഇതാക്കി. അവിടുത്തെ ആ ലൈറ്റിങ്ങും കാര്യങ്ങളായിട്ട് നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തിട്ട് കുറേ അധികം ഫോട്ടോസൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്തിട്ട് എടുത്തിട്ട് ഞങ്ങൾ നേരെ പിന്നെ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗെയിംസും കാര്യങ്ങളാണ് പിന്നെ ഉള്ളത്. ഇവിടെ ഇത്ര മാത്രമേ കാണാനുള്ളൂ. ബട്ട് കുറച്ച് ടൈം ഇങ്ങനെ നിന്നിട്ട് എല്ലായിടും ഏത് സ്പീഡിൽ ഓടിപ്പോയി. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് എക്സിറ്റായി. നമ്മൾ അവിടുന്ന് നേരെ എക്സിറ്റ് ചെയ്ത് ഇറങ്ങി. ഇനി നമ്മൾ അടുത്തൊരു ടിക്കറ്റ് എടുത്തിട്ട് ഇതിൽ ഈ 60D എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ പോലെ 3D ഗെയിം ഇതാണ്. ഓക്കെ, ഇതാണ് കർമ്മയിലെ നമ്മൾ ഗെയിംസും കാര്യങ്ങളൊക്കെ. ഇത് ഇവിടുത്തെ ടിക്കറ്റിന് 100 റുപ്പീസ്. എല്ലാ റേറ്റ്സിനും ടിക്കറ്റ് ഉണ്ട്. ഇതിന് 100 റുപ്പീസ് ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര ഭംഗി വന്നിട്ടോ. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായിട്ട്, എനിക്കിത് ഓൾറെഡി പേടിയുള്ളതാണ്. പിന്നെ ഞാനിങ്ങനെ കയറാൻ വേണ്ടിക്ക് അതിനോട് ഒരു ഇഷ്ടമില്ല. പക്ഷെ അതിങ്ങനെ കാണുമ്പോൾ താഴെ നിൽക്കുന്ന എനിക്കൊരു ഉള്ളിലൊരു പേടി കയറുമായിരുന്നു. ഇത് ഏതൻ ചേട്ടൻ്റെ ആക്ടിവിറ്റി ആട്ടോ. അവൻ നിന്നിട്ട് ചാടുക, ഇതായിരുന്നു അവൻ അവിടെ പണി ഉണ്ടായിരുന്നത്. കാരണം അവിടെയും എല്ലായിടത്തും നല്ല ക്യൂ, നല്ല തിരക്കുണ്ട്. പക്ഷെ പെട്ടെന്ന് ആ ക്യൂ തീരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആർക്കും എവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല. ഇവന് അവിടെ നിന്ന് അപ്പോഴത്തേനും ബോറടിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നിന്ന് ഇതാക്കുമ്പോൾ ഇത് എന്താ സംഭവം ചോദിച്ചാൽ ഭയങ്കര ഒരു വൈബാണ്. കണ്ണാടിയും കാര്യങ്ങളും വെച്ചിട്ട് ആകെ ഒരു 10 മിനിറ്റ്സിൻ്റെ കാര്യം. ഇതാണ് അവിടെ നമുക്ക് മിററും കാര്യങ്ങളും തന്നു. പിന്നെ ഞങ്ങൾ വീഡിയോ ഞങ്ങളപ്പോൾ അത് കണ്ടു. അതൊരു 10 മിനിറ്റ്സിൻ്റെ വീഡിയോ. എല്ലാവരും കർമ്മയിൽ പോകണമെന്ന് മസ്റ്റായിട്ട് അതൊന്ന് കയറി കാണട്ടെ. ഞാൻ പിന്നെ അവിടെ നിന്ന് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.